हेलो पुलिस स्टेशन। हेलो Come on. എത്ര ദിവസമായി ഈ വീട്ടിൽ നിന്ന് പോയിട്ട്? നിങ്ങൾ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഇന്ന് നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടോ കൊള്ളയടിച്ചിട്ടോ ആയിരിക്കും വന്നിരിക്കുന്നത്. ലക്ഷ്മി, നിങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എല്ലാം നിനക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട. ശത്രുക്കളാണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് പേറ്റുനോവാണെന്നറിഞ്ഞാൽ അയലത്തുകാർ ഓടിയെത്തും. ഞാൻ നിങ്ങളുടെ ഭാര്യയായി പോയതുകൊണ്ട് മാത്രം ഈ മുറ്റത്തൊരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അതാണ് നിങ്ങൾ എനിക്ക് നേടിത്തന്ന സമ്പാദ്യം. നീ എനിക്ക് സ്വയം തരില്ല അല്ലേ? ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വൈര്യത ഉണ്ടാവില്ല. ആദ്യമായൊരു കുഞ്ഞുണ്ടാവുമ്പോ പ്രസവിക്കുന്ന അമ്മയേക്കാൾ അച്ഛനാണ് സന്തോഷമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാരുണ്യം പോലും ഉണ്ടായില്ല. ഞാൻ പുറത്തിറങ്ങുന്നത് അപകടമാണ് ലക്ഷ്മി. എന്റെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് നീ സംസാരിക്കുന്നത്. 4 പേരെ പോലെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇല്ലെങ്കിൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് തുടിക്കുന്ന എന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി, ക്ഷമിക്കൂ. എന്ത് വന്നാലും ശരി, ഞാൻ ആശുപത്രിയിലാക്കും. പോരുത്. നിൽക്കവിടെ.
നിങ്ങളുടെ എന്റെ ആരുമല്ല. ഈ സ്ത്രീയെ അയ്യോ, ആശുപത്രിയിലെത്തിക്കൂ. ആ കൊല നടന്ന ബംഗ്ലാവിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അവിടെയുള്ള എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. ഡോക്ടർ എങ്ങനെയുണ്ട്? ഈസ് ഓൾ റൈറ്റ്, ഒന്നും പേടിക്കാനില്ല. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. ഞാൻ നിങ്ങളോട് വേണം നന്ദി പറയേണ്ടത്. മിസ്റ്റർ മേനോൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം. ഞങ്ങൾ ചെറുപ്പത്തിലേ കൂട്ടുകാരാണ്. ഇപ്പോ ഞങ്ങൾക്ക് എന്ത് പ്രായമായിട്ടുണ്ടോ അത്രയും വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്നേഹബന്ധവും. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ മേനോനെ ഞങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ട്രീറ്റ് ചെയ്ത് ഞാനാണെങ്കിലും രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ്. കാരണം ഒരു നിമിഷം പോലും താമസിയാതെ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. ഡോക്ടർ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകതയുള്ളവർ വളരെ ചുരുക്കമാണ്. അതിലൊരാളാണ് മിസ്റ്റർ മേനോൻ. ഏതായാലും മിസ്റ്റർ മേനോൻ രക്ഷപ്പെട്ടതിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. ഡോക്ടർ, ഇതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ? ഡോക്ടർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ഓ, കൺഗ്രാറ്റ്സ്. മാധവൻ, മാധവൻ, വാസു, എന്തുണ്ടായി? ഏതോ ഒരുത്തൻ വന്ന് ഞങ്ങളെയൊക്കെ അടിച്ചു വീഴ്ത്തി നമ്മുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. ഹലോ ഡോക്ടർ, നിങ്ങളുടെ കുഞ്ഞ് എന്റെ പക്കലുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിനെ തിരികെ കിട്ടുകയുള്ളൂ. നിങ്ങളാരാണ്? ആ, ഞാൻ ദേവൻ. എന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും നശിപ്പിച്ച ഇൻസ്പെക്ടറെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരികെ വേണമെങ്കിൽ ആ ഇൻസ്പെക്ടറെ ആരും അറിയാതെ കൊല്ലണം. അതിന് കഴിയില്ല. ഞാനൊരു ഡോക്ടറാണ്. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ എനിക്ക് തരൂ. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എനിക്കൊന്നും കേൾക്കണ്ട. ഹലോ, ഹലോ, ആരാണ് സാർ? ദേവൻ എന്നൊരുത്തരാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പോലീസിൽ അറിയിക്കാം സാർ. പാടില്ല. പോലീസിൽ അറിയിച്ചാൽ അവനെന്റെ കുഞ്ഞിനെ കൊന്നുകളയും. ഞാൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ കുഞ്ഞിനെ തരില്ലെന്നാണ് പറയുന്നത്.